ബിഗ് ബോസ് മലയാളം സീസൺ 6 60-ാം ദിവസത്തിലേക്ക് കടക്കാൻ ഒരു ദിവസം മാത്രം അവശേഷിക്കെ വീണ്ടും ഹൗസിൽ മത്സരാർത്ഥികൾ തമ്മിൽ ഉന്തും തള്ളും അടിയുമുണ്ടായി. ബി ഹോട്ടൽ ടാസ്കിന്റെ 2-ാം ദിവസത്തിലാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. 2-ാം ദിവസം ഹൗസിലേക്ക് അതിഥിയായി എത്തിയത് നടിയും സീസൺ 1-ലെ മത്സരാർത്ഥിയുമായ ശ്വേത മേനോനാണ്. 2-ാം ദിവസം AI റോബോയുടെ വേഷമാണ് ജാസ്മിന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ എന്ത് കമാൻഡ് ആര് പറഞ്ഞാലും അനുസരിക്കണം. അത്തരത്തിൽ എല്ലാവരെയും ലിവിംഗ് ഏരിയയിൽ വിളിച്ചു വരുത്തണമെന്ന ശ്വേതയുടെ കമാൻഡ് അനുസരിക്കുന്നതിന്റെ ഭാഗമായി കിച്ചണിൽ നിർദ്ദേശം നൽകാൻ ജാസ്മിൻ എത്തി. ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കാൻ പലതവണ ജാസ്മിൻ പറഞ്ഞിട്ടും റസ്മിനും അൻസിബയും അഭിഷേകുമൊന്നും അനുസരിച്ചില്ല. ജാസ്മിൻ വീണ്ടും വീണ്ടും ഇതേ കാര്യം ആവർത്തിച്ചെങ്കിലും റസ്മിനും അൻസിബയും അവരവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. അവസാനം ക്ഷമ നശിച്ച ജാസ്മിൻ കിച്ചണിൽ കയറി ഗ്യാസ് ഓഫ് ചെയ്തതോടെ റസ്മിനും ജാസ്മിനും ഒന്നും തള്ളും അടിയുമായി. റസ്മിൻ ജാസ്മിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. മത്സരാർത്ഥികൾ തമ്മിൽ കയ്യേറ്റം ചെയ്യരുതെന്ന നിയമം നിലനിൽക്കെയാണ് റസ്മിൻ നിലവിട്ട് പെരുമാറിയത്. സംഭവം കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായതോടെ റസ്മിൻ കരച്ചിലായി. അതിനിടയിൽ കയറിയ നോറയോടും ജാസ്മിൻ ദേഷ്യപ്പെട്ടു. അവസാനം ബിഗ് ബോസ് റസ്മിനെയും ജാസ്മിനെയും കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു. അവിടെ വെച്ചും ഇരുവരും തമ്മിൽ വാക്ക് തർക്കമുണ്ടായി. ഞാൻ ഒന്നും ചെയ്തിട്ടല്ലടേ, നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാണ് റസ്മിന് മുന്നിൽ ജാസ്മിൻ പൊട്ടിക്കരഞ്ഞത്. അപ്പോഴെല്ലാം റസ്മിൻ ജാസ്മിനോട് മാപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നിനക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് തരുന്നുണ്ട്, കൺസിഡറേഷൻ തരുന്നുണ്ട് എന്നൊന്നും നിനക്ക് അറിയില്ല. നിനക്ക് ആകെപ്പാടെ അറിയാവുന്നത് ഗബ്രി 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 എന്നത് മാത്രമാണ്. ആ ഒരു ചിന്ത മാത്രമേ നിനക്കുള്ളൂ. വേറൊരു രീതിയിലും നിനക്ക് ഒരു ചിന്തയുമില്ല. എത്ര പറഞ്ഞു തന്നിട്ടും നിനക്ക് ഒരു രീതിയിലും ചിന്തയില്ലെന്നാണ് റസ്മിൻ ജാസ്മിനോട് മറുപടിയായി പറഞ്ഞത്. ഈ വഴക്കിലും തർക്കത്തിനു ശേഷം പരാതിയില്ലെന്ന് ജാസ്മിൻ പറഞ്ഞതിനാൽ ഇരുവരും തമ്മിലുള്ള കയ്യേറ്റ ശ്രമം കൺഫഷൻ റൂമിൽ വെച്ച് ബിഗ് ബോസ് ഒത്തുതീർപ്പാക്കി. പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെങ്കിലും ലാസ്റ്റ് വാർണിംഗ് നൽകി വിടുന്നുവെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. ഇതിനെല്ലാം ശേഷം അൻസിബയും പൊട്ടിക്കരഞ്ഞു. എന്തിനാണ് കരയുന്നതെന്ന് പോലും ഹൗസിൽ പല മത്സരാർത്ഥികൾക്കും മനസ്സിലായില്ല. റസ്മിൻ ജാസ്മിൻ വഴക്കുമായി ബന്ധപ്പെട്ടാണ് അൻസിബ കരഞ്ഞത്. പക്ഷേ ഋഷി ചോദിച്ചപ്പോൾ പോലും കാരണം വ്യക്തമായി പറയാൻ അൻസിബയ്ക്കായില്ല. വഴക്കിനിടയിൽ ജാസ്മിന്റെ കയ്യിൽ നിന്ന് വീണുപോയ ഗബ്രിയുടെ മാല സാബു മോൻ കൈക്കലാക്കി ഒളിപ്പിച്ചു വെച്ചു. അത് തിരികെ തരാൻ ആവശ്യപ്പെട്ട് ജാസ്മിൻ ചെന്നെങ്കിലും സ്റ്റോർ റൂമിൽ വെച്ചുവെന്നുള്ള മറുപടിയാണ് സാബു നൽകിയത്. ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനും ജാസ്മിനെ സാബു ഉപദേശിച്ചു. എന്നാൽ മാല തിരികെ കിട്ടാതായതോടെ ഗബ്രിയുടെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് ഏറെ നേരം ജാസ്മിൻ പൊട്ടിക്കരഞ്ഞു. ഗബ്രി പുറത്തായ ശേഷം ഹൗസിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ജാസ്മിൻ. പല ഘട്ടങ്ങളിലും മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും ജാസ്മിന് സാധിക്കാറില്ല. ജാസ്മിനുമായി ചേർന്ന് ലവ് ട്രാക്ക് കളിച്ചില്ലായിരുന്നുവെങ്കിൽ ടോപ്പ് 5 വരെ എത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥിയായിരുന്നു ഗബ്രി.